ഏലപ്പാറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്താതെ എന്നതോടെ ശേഖരിച്ച മാലിന്യങ്ങൾ കൂടിക്കിടന്ന സമീപവാസികൾക്ക് പ്രതിസന്ധിയാകുന്നു. ഏലപ്പാറ പഴയ മാർക്കറ്റിനുള്ളിൽ ശേഖരിച്ചു വെച്ച മാലിന്യങ്ങളാണ് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ഈ പ്രദേശം തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയതായും സാംക്രമിക രോഗഭീഷണി നിലനിൽക്കുന്നതായും പരിസരവാസികളും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു. ഏലപ്പാറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഹരിതകർമ്മ സേനകൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നത് പഴയ മാർക്കറ്റിന് ഉള്ളിലാണ്. ഈ ഭാഗത്ത് മാലിന്യം ശേഖരിക്കുവാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. എന്നാൽ കൃത്യമായ സമയത്ത് മാലിന്യം ഇവിടെ നിന്ന് മാറ്റാത്തതിനാൽ ശേഖരിച്ച മാലിന്യങ്ങൾ എല്ലാം കൂടിക്കിടന്ന് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതിനൊപ്പം സാംക്രമിക രോഗഭീഷണി നിലനിൽക്കുന്നതായി പരിസരവാസികൾ പറയുന്നു. പഞ്ചായത്ത് പഴയ ചന്തയ്ക്കകത്ത് വേസ്റ്റ് കൊണ്ടിട്ട് ഇവിടെ അടുത്തടുത്ത് സ്കൂളുകളുള്ളതാണ്, അതുപോലെ വീടുകളുള്ളതാണ്. അപ്പം ഇവിടുത്തെ വേസ്റ്റുകൾ ഒഴുകി ഇവിടെ എത്തുകയും പിള്ളേരെ ചവിട്ടുകയും പട്ടിയാണെങ്കിലും ശരി കടിച്ചു പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടിട്ട് അതൊക്കെ പിള്ളേർ ചവിട്ടിയാണ് വീടുകളിലേക്ക് പോകുന്നത്. നിരവധി അസുഖങ്ങളുണ്ടാകുകയും അപ്പോൾ അടിയന്തരമായി പഞ്ചായത്ത് എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതാണെന്ന്. മാലിന്യം കൂടിക്കിടക്കുന്ന ഈ ഭാഗം തെരുവ് നായ്ക്കളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയതായും പറയുന്നു. കൂടാതെ മഴ ശക്തമാകുന്ന സമയത്ത് ഈ മാലിന്യത്തിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകി സമീപത്തെ വീടുകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും മുൻപിലും എത്തുന്നതായും പറയുന്നു. വിഷയത്തിൽ നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. ഗവൺമെന്റ് യു പി സ്കൂളും അതുപോലെ തന്നെ LP സ്കൂളും പ്രീ പ്രൈമറിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി അടക്കം പ്രവർത്തിക്കുന്നത് ഈ തൊട്ടടുത്ത പ്രദേശത്താണ്. ഇവിടെ ഇങ്ങനെ ഈ ചപ്പുചവറുകൾ കൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ തെരുവുനായികളുടെ ശല്യം അതിഭയങ്കരമായ രീതിയിൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്, കുട്ടികളെ കൊണ്ടാക്കാൻ വരുന്ന പേരൻസിന് അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരവധി തവണ നമ്മൾ സ്കൂളിൻ്റെ കെയറോപ്പിലും അല്ലാതെയുമെല്ലാം നമ്മൾ പഞ്ചായത്തിൽ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായി പഞ്ചായത്ത് ഭരണാധികാരികൾ ഇതുവരെ ഈ ചപ്പുചവറുകൾ എടുത്തു മാറ്റി ഈ സ്കൂളിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സ്കൂളുകളും നിരവധി വീടുകളുമുള്ള ഒരു മേഖലയുടെ ഭാഗത്താണ് ഈ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മാലിന്യത്തിൽ മഴ ശക്തമാകുന്ന സമയത്ത് വെള്ളമിറങ്ങി കൊതുകുകൾ അടക്കം മുട്ടയിട്ട് വരികാനുള്ള സാധ്യത ഏറെയാണ്. ഇക്കാര്യങ്ങളെല്ലാം പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.